വന്നിട്ട് നിസ്വല് അതെ നമ്മുടെ തല അജിത്ത് നായകനാവുന്ന വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടീസർ റിലീസ് ആയിരിക്കുകയാണ്. 1 മിനിറ്റും 48 സെക്കൻഡുമാണ് ടീസറിന്റെ ദൈർഘ്യം ഉള്ളത്. നമ്മൾ ടീസറിനെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇതേപോലെ മൂവി ക്രിറ്റിക്സും അതുപോലെ തന്നെ മൂവി സജഷൻസ്, മൂവി എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ നാളെ ഒരു മൂവിയുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരാം. ദിവസവും ഇനി മൂവി എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ സിനിമ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ടീസർ റിയാക്ഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോവാം. അപ്പോൾ ഇന്നലെ 11 മണിക്ക്, അതായത് രാത്രി 11 മണിക്കാണ് ഈ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നത്. സോ ടീസർ വന്നപ്പോൾ തന്നെ ടീസർ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ടീസർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, അതിനകത്ത് ഡയലോഗ്സുകളും കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊരു വേറെ ഒരു വൈബിൽ അല്ലെങ്കിൽ ഒരു വേറൊരു സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടീസറാണ്. നമുക്ക് അധികം കാര്യങ്ങളൊന്നും അങ്ങനെ തരാത്ത രീതിയിൽ, എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ ടീസർ തന്നെയാണ് ഈ ഒരു ടീസർ എന്ന് പറയുന്നത്. സോ എന്തായാലും ഈ ഒരു കഥ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു മരുഭൂമി പോലുള്ള ഒരു വിജനമായ സ്ഥലവും അതുപോലെ തന്നെ ഒരു റോഡും കാണിച്ചുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സിനിമയ്ക്ക് വലിയ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ഈ മരുഭൂമി പോലുള്ള ഈ ഒരു റോഡ് സംഭവങ്ങളിലായിരിക്കും. ഒരു ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് തന്നെ ഇതിലെ ആ ഒരു വില്ലൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷർ, ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അറിയാം ഇതിനകത്ത് അർജുൻ ഉണ്ട്. അപ്പം ഒരു കാറിന്റെ ഡിക്കി തുറക്കുന്നതായിട്ടാണ് ആ ഒരു ടീസറിൽ പിന്നെ കാണിച്ചിട്ടുള്ളത്. ഒരു കാറിന്റെ ഡിക്കി തുറക്കുന്നു. ആ ഡിക്കി തുറക്കുമ്പോൾ തന്നെ ആ കാറിന്റെ ഉള്ളിൽ ആരോ ഉണ്ട്, ആ വ്യക്തിയാണ് ആ ആൾക്കാരെ കാണുന്നത്. അതായത് ഒരു മങ്ങിയ കാഴ്ചയിൽ, ഇപ്പം നമുക്ക് തലക്കൊക്കെ അടി കിട്ടി നമ്മൾ കാണിക്കുന്നില്ലേ, അങ്ങനെ ഒരു ക്യാമറ എഫക്റ്റ് യൂസ് ചെയ്യുന്ന പോലെ, അതായത് കാറിന്റെ ഉള്ളിലുള്ള ആൾ വാച്ച് ചെയ്യുന്ന പോലെ ഒരു ബ്ലർ ആയിട്ടുള്ള രീതിയിൽ 3 ആൾക്കാർ ഈ കാറിന്റെ ഡിക്കി തുറക്കാനുണ്ട്. അപ്പോൾ കാറിന്റെ ഡിക്കിയിൽ എന്തോ സംഭവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ഒരു ടീസറിൽ തന്നെ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പം പിന്നെ ഒരു മീൻസ് ഒരു മങ്ങിയ രീതിയിൽ അർജുൻ ആ കാറിന്റെ മേലെ നിന്ന് ജമ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. സോ എന്തായാലും അവിടെ ഒരു കിഡ്നാപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്നിട്ട് അർജുൻ കാറിൽ നിന്ന് ആ ഒരു 3 പേരും ആ കാറിൽ നിന്ന് നമ്മൾ സംശയിച്ച പോലെ തന്നെ ആരെയോ പുറത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ അർജുൻ തോക്കെടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഒരാളെ ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ബേസിക്കലി ഐ തിങ്ക് അവരായിരിക്കും വില്ലൻ. അപ്പം കൊടൂര വില്ലൻ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മേ ബി ഇത് സിനിമയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ ആ ഒരു അർജുൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ ആ ഒരു സീനിൽ എവിടെയെങ്കിലും ആയിരിക്കാം ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. അപ്പം അർജുൻ ഒറ്റയ്ക്കല്ല, അർജുൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇതിൽ കാണിക്കുന്നത്. അതായത് അവർ 2 പേരും ഒരു ഗ്യാങ്ങാണ്. നല്ല ഒരു കൊലച്ചിരിയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടീസറിൽ ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നത്. ഓക്കെ, ഇത് സംഭവം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അജിത്തിന്റെ ആ ഒരു എൻട്രി. അതും ഒരു കാറിന്റെ ഡിക്കി തുറന്നിട്ടാണ്. പക്ഷെ ആ കാറിന്റെ ഡിക്കി തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ടൈം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എവിടെയോ യാത്ര പോകാനുള്ള ഒരു ഒരുക്കത്തിലും കാര്യങ്ങളിലൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് പിന്നെ കാറിന്റെ ഡിക്കി ഇതാക്കുന്നു, ടൈം നോക്കുന്നു, ഇന്ന സമയം കൊണ്ട് ആ ഒരു മൈന്യൂട്ട് പോയിന്റിൽ തന്നെ ആ സംഭവം ഇതാണ്. പിന്നെ അതൊരു വിജനമായ റോഡിലൂടെയുള്ള ഒരു യാത്രയും കാര്യങ്ങളാണ്. അതിൽ തൃഷയും കാണിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അർജുൻ തൃഷ നമ്മുടെ തല അജിത്തും തൃഷയും ആ ഒരു പെയറായിരിക്കും. അവർ ഒരു യാത്ര പോവുകയായിരിക്കാം എന്ന് തോന്നുന്നു. സോ ഒരു യാത്ര പോവുകയാണ്. പിന്നെ ഇതിനകത്ത് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നതിൻ്റെ കൂടെ മിസ്സിംഗ് എന്ന് പറയുന്ന ഒരു ബോർഡും കൂടി കാണിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആരോ ഒരാൾ മിസ്സായിരിക്കണം അല്ലേ? അപ്പം മിസ്സിങ്, അതായത് ഒരുപാട് മിസ്സിങ് കേസുകൾ ആ ഒരു ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു ടീസറിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഒരു മിസ്സിങ് കേസ് ഇതിനകത്ത് ഉറപ്പായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. ആരായിരിക്കും മിസ്സിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകെ നോക്കാം. ഇപ്പോൾ ഫാമിലി മിസ്സിങ്, ഒരാൾ മിസ്സിങ് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ സാധനങ്ങൾ ആ ഒരു പേപ്പർ കട്ടിങ്സിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഷോട്ടുകളിൽ അജിത്ത് എന്തോ ആരെയോ തേടുന്നൊക്കെ പോലെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു വീട് കാണിക്കുന്നുണ്ട്. ആ വീടിൻ്റെ ഉൾവശത്ത് 3 പേരുണ്ട്. അവർക്കൊക്കെ ഒരു മിസ്റ്ററി ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ടീസറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് വണ്ടി നിർത്തി ഇറങ്ങുന്ന അജിത് കുമാറിനൊക്കെ കാണിക്കുന്നുണ്ട്. സോ മേ ബി വണ്ടി അവിടെ സ്റ്റക്കായിട്ടുണ്ടാവാം, എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റി അവിടെ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ മരുഭൂമിയിലൂടെ ഒറ്റപ്പെട്ട് നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കോഫി ഷോപ്പിൽ ഇങ്ങനെ പോയി ആരെയോ തേടി തിരിച്ചു വരുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തോ തേടുന്ന പോലെ, ഒരു കാറിൻ്റെ മരുഭൂമിയിലൊക്കെ ഇതായിട്ടുള്ള ഒരു കാറിൻ്റെ ആ ചില്ലൊക്കെ തേടി ഈ കാറിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തേടുന്നൊക്കെ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരാൾ അവിടെ ചൂടാവുന്നതും അയാൾ പതറിക്കൊണ്ട് നോക്കും, ഒരു ചെക്കനോട് ഇങ്ങനെ ചൂടാവുന്നതും അയാൾ ഇങ്ങനെ പതറിക്കൊണ്ട് ഇങ്ങനെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഒരു സ്ത്രീ വാതിൽ തുറക്കുന്നതും കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ട്രെയിലറിലാണ്. നമ്മൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് സിനിമയുടെ ഏകദേശം കഥ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാൻ പോവാണ്. സ്പോയിലർ അലേർട്ട്. അപ്പം സ്പോയിലറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നു പോയേക്കാം. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കഥ, പക്ഷെ എന്നാലും സ്പോയിലർ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവർ, സിനിമ കാണാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോയിലർ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പം മരുഭൂമിയിലൂടെ നടക്കുന്നുണ്ട് അജിത്ത്, ആരെയോ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഒരാൾ ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ മിസ്സിങ് കേസുകളെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. തൃഷയെ അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി മിന്നി കാണിക്കുന്നുണ്ട്. പിന്നെ പോലീസുകാർ ഈ മിസ്സിങ് കേസിനെ പറ്റി നോക്കുന്ന ഒരു പോലീസുകാരെയും കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളത് ആരെയോ തേടുന്ന രീതിയിലും ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അജിത്ത് ആരൊക്കെയോ തേടി ഓടിപ്പോകുന്ന രീതിയിലൊക്കെയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ, ഒരു റോഡ് ട്രിപ്പിന് പോകുന്ന അജിത് കുമാറും തൃഷയും, ആ റോഡ് ട്രിപ്പിനിടയിൽ അവർക്ക് സംഭവിക്കുന്ന, അതായത് തൃഷയെ ചിലപ്പം ഇതൊക്കെ ആയിരിക്കാമെന്ന് നമുക്ക് പറയാനില്ല, തൃഷയെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തപ്പെട്ടേക്കാം. ഇപ്പം ഈ ഒരു സിനിമയുടെ ഈ ഒരു കട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് 1997 ഇറങ്ങിയ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവിയിലേക്ക് പോവുകയാണെങ്കിൽ ആ സിനിമയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. ആ സിനിമയുടെ അതായിരിക്കും എക്സാക്ട്ലി ഇത് എന്നല്ല പറയുന്നത്, പക്ഷേ എവിടെയൊക്കെയോ കണ്ടപ്പം കുറേ സാമ്യങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി. ബ്രേക്ക് ഡൗണിൻ്റെ മലയാളം എക്സ്പ്ലനേഷനൊക്കെ ഓരോ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബ്രേക്ക് ഡൗണിലേക്ക് വരികയാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഭർത്താവും ഭാര്യയും കൂടി റോഡ് ട്രിപ്പ് പോവാണ്. റോഡ് ട്രിപ്പ് പോകുന്നതിൻ്റെ ഇടയിൽ അവരുടെ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിന് മുന്നേ തന്നെ പിന്നെ ഒരു വണ്ടിക്കാരനായിട്ട് ഇവർ ചെറിയൊരു ക്രാഷ് ഉണ്ടാവുന്നുണ്ട്. വണ്ടി തട്ടിയില്ല എന്നുള്ള രീതിയിൽ ഒരു ക്രാഷ് വരാനുള്ള സാധ്യത. അവിടുന്ന് വണ്ടി ഇതായി ഇവർ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വണ്ടിക്കാരനില്ലേ, തട്ടാൻ വന്ന ആ ഒരു വണ്ടിക്കാരൻ നോട്ട് ചെയ്ത് വെച്ചോ. അതിനുശേഷം ഒരു ട്രക്കില്ലേ, അതായത് ഇവരുടെ വണ്ടി മരുഭൂമിയിൽ വെച്ചിട്ട് കേടാവുകയാണ്. ഇവരുടെ വണ്ടി മരുഭൂമിയിൽ വെച്ച് കേടാവുന്നു. ഈ മരുഭൂമിയിൽ വെച്ച് കേടാവുമ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ട്രക്ക് വരുന്നത്. ഒരു ട്രക്ക് വന്ന് നോക്കുമ്പം വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആണ്, ഓവർ ഹീറ്റ് ആയതാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, അതായത് ഈ ബ്രേക്ക് ഡൗണിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു ഭാര്യ ആ ഒരു ട്രക്ക് ഡ്രൈവറുടെ കൂടെ പോയിട്ട്, അതായത് ഈ പുതിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ആ വണ്ടി അവിടെ ഉപേക്ഷിച്ച് വരാൻ ഇവർ തയ്യാറാവുന്നില്ല. അപ്പം കുറച്ച് അപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്യാനുള്ള ആളെ വിളിക്കാൻ പറ്റുള്ളൂ. അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഫോൺ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്ന പുള്ളി പോകാൻ കൂട്ടാക്കാത്തതുകൊണ്ട് തന്നെ ഈ ഭാര്യ പറയുന്നു, എന്നാൽ ഞാൻ ഈ ഒരു ട്രക്കിൽ പോയിട്ട് അവിടുന്ന് വിളിച്ച് ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം എന്നുള്ള രീതിയിൽ പറയുന്നു. അല്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആയതുകൊണ്ടായിരിക്കാം, അത് തണുക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇവർ ഇതിനു മുന്നേ ഈ വണ്ടി ആക്സിഡൻ്റ് ആവാനുള്ളതായിരുന്ന ട്രക്കില്ലേ, ആ ട്രക്കിനെ പിന്നെയും പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് പിന്നെയും കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി കേടാവുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അപ്പം ഈ ഭാര്യ ഈ ട്രക്കിൽ കയറി പോകുന്നു. ഭാര്യ ട്രക്കിൽ കയറി പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ വണ്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് വണ്ടീൻ്റെ അടിയിൽ എന്തോ ഒരു കേബിൾ വിടിയിപ്പിച്ച് കിടക്കുമായിരിക്കും. അപ്പം ഈ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായിട്ട് അപ്പം ഭാര്യ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്ക് നമ്മുടെ ഈ ഒരു നായകൻ പോകുന്ന രംഗങ്ങളാണ്. നായകൻ അവിടേക്ക് പോകുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭാര്യ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും കിട്ടുന്നു. അപ്പോൾ തന്നെ ഇയാൾ പാനിക്കാവുകയാണ്. എവിടെ പോയി, എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതായത് ഭാര്യ ട്രക്കിൽ കയറി പോയി അവിടെ ചെന്ന് വിളിക്കാന്ന് പറഞ്ഞു, ഒന്നും അറിയുന്നില്ല. പിന്നെ അവിടെ നിന്ന് വേറൊരാൾ ഈ ഒരു സംഭവത്തെ പറ്റി പറയാണ്. അതായത് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്ന സമയത്തും അവിടെ ഒരുപാട് മിസ്സിംഗ് കേസുകളെ പറ്റിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആവും. വീണ്ടും ആ ഒരു കോഫി ഷോപ്പിൻ്റെ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഒരാൾ പറയും, നിങ്ങളെ ഭാര്യ ആ ട്രക്കിൽ നിന്ന് കയറ്റി വേറൊരു ട്രക്കിലേക്ക് പോയി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. അതായത് ഈ ഭർത്താവിൻ്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പണം ഉണ്ടാവും. ഇപ്പോൾ ഈ പണം തട്ടാൻ വേണ്ടിയിട്ട് ഭാര്യനെ തട്ടിക്കൊണ്ടുപോകുന്ന സീനാരിയോ ആണ് അതിനകത്തുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ ആവണം എന്നല്ല, പക്ഷെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമയുടെ കഥയിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഭാര്യ ഇത്ര ഇതുണ്ടെന്ന് പറയും. അപ്പം ഈ ഭർത്താവിനെ വീണ്ടും ഇവർ ഓടിച്ച്, അതായത് ഭാര്യനെ തട്ടിക്കൊണ്ടുപോയത് വേറൊരു ട്രക്കിലാന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് അവിടുന്ന് വെടിവെച്ച് ബാങ്ക് അക്കൗണ്ടിലെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് ഈ ഭർത്താവ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട്, അതിനകത്ത് കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ആ ഒരു ബ്ലേഡും കാര്യങ്ങളൊക്കെ നമ്മളെ ബാങ്കിൽ നിന്ന് എടുക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നതും അതിൽ നിന്ന് ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ഭാര്യയെ രക്ഷിക്കുന്നതും ആണ് ആ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് വരുന്നത്.
അതിനകത്ത് വില്ലന്മാർ ഇവരെ കൊല്ലാൻ നോക്കുന്നതൊക്കെ ഉണ്ട് അതിനകത്ത് സിനിമയിൽ. സോ ബ്രേക്ക് ഡൗണിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാൽ കാണും. ഇതാണ് അതിൻ്റെ മെയിൻ ഒരു ലിമിറ്റഡ് തീം എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് നോക്കുമ്പോൾ ഈ സിനിമയിൽ കുറേ സിനാരിയോസ് അതേപോലെ തോന്നുന്ന കുറേ സിനാരിയോസ് ഉണ്ട്. അതായത് മരുഭൂമിയിൽ വെച്ചിട്ട് വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്ന, അല്ലെങ്കിൽ തൃഷ എന്ന് പറയുന്ന ക്യാരക്ടറിനെ തേടി പോകുന്നത്, അങ്ങനെയുള്ളൊരു സംഭവം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ടീസർ കണ്ടപ്പോൾ. എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കാൻ സാധ്യത ചിലപ്പോൾ ഒരു മൈന്യൂട്ട് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും വിടാമുയർച്ചി എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവസാനം വരെ പോരാടി ഇത് നേടുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ തന്നെ ആയിരിക്കാം ആ ഒരു പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലും ആ ഒരു മൂവി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നൈസ് മൂവിയാണ്, നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയും കൂടിയാണ്. അപ്പം ഞാനത് ആ മൂവിനെ പറ്റി ഫുള്ളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവിയിൽ ഇന്നതൊക്കെയാണ് കാണിച്ചത്. അപ്പം ഇതിലെ ഒരു ഓരോ സീൻ ബൈ സീൻസ് എടുക്കുമ്പോഴും നമുക്ക് അതിനകത്ത് കുറേ സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ തോന്നിയോണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. മേ ബി ഇതൊന്നും ആയിരിക്കില്ല, വേറെ രീതിയിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും തല അജിത്ത്, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം നാളെ നമുക്ക് വേറൊരു മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ട് വരാം. ദിവസവും ഓരോ മൂവി വെച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്താലോ. നിങ്ങൾക്ക് മൂവി കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂവി കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കാം. നമുക്ക് രസകരമായിട്ട് ഓരോ മൂവീസും കാര്യങ്ങളൊക്കെ പോവാം. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മൂവീസ് ഏതൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ അപ്പോൾ എനിക്കും ആ മൂവി കാണാം. നമുക്ക് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുമല്ലോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.